ട്രംപും പുടിനും അലാസ്കയിലെ ആങ്കറേജിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ യഥാർത്ഥ താരമായത് ആരാണ്? അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. യഥാർത്ഥത്തിൽ ഈ യുദ്ധം നിർത്താനായി ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച നടത്തുന്നു എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ഈ യുദ്ധം നിർത്തുന്ന ഈ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് പുടിൻ നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തിയിരുന്നു. നരേന്ദ്രമോദി എന്ന് പറയുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു വ്യക്തിയാണെന്നും അദ്ദേഹം ഇനിയും അത് തുടർന്നു പോകുമെന്നുമാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നാണ് പുടിൻ പറഞ്ഞത്. ഇത് ട്രംപിന് ഇഷ്ടപ്പെട്ടില്ല. ട്രംപ് ഈ ചർച്ച എങ്ങാനും പാളിയാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഈ ചർച്ച പാളിപ്പോയാൽ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് 100% താരിഫാണ് ട്രംപ് നിശ്ചയിച്ച് വച്ചിരുന്നത്. ആ 100% താരിഫ് ഇന്ത്യക്ക് അടിച്ചു തരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം റഷ്യയുടെ സാമ്പത്തിക ശക്തിയായി വർത്തിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് റഷ്യ ഇപ്പോഴും സാമ്പത്തികമായി തകരാതെ നിൽക്കുന്നത് എന്ന് ട്രംപിനറിയാം. അതുകൊണ്ട് ഇന്ത്യയെ മാക്സിമം അസ്ഥിരപ്പെടുത്തുക, ഇന്ത്യയിലെ വ്യവസായം തകർക്കുക, സാമ്പത്തിക രംഗം കൂപ്പുകുത്തിക്കുക, പോരാത്തതിന് പാകിസ്ഥാനുമായി പറ്റുമെങ്കിൽ ഇന്ത്യയുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടുത്തുക, ഇന്ത്യക്കകത്ത് ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കുക. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞ് ഇതേ സമയത്ത് കൃത്യമായി ഇന്ത്യൻ തെരുവുകളിൽ ജനങ്ങളെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. എന്തായാലും ഈ ചർച്ചയ്ക്ക് ശേഷം എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് ശേഷം ഒരു പോസിറ്റീവായിട്ടുള്ള ആംഗിളാണ് എല്ലാ ഭാഗത്തു നിന്നും പുറത്തു വരുന്നത്. അതായത് ഇന്ത്യക്ക് മേലുള്ള 50% താരിഫ് അത് മരവിപ്പിച്ചിരിക്കുകയാണ് ട്രംപ്. അത് 30 ദിവസത്തേക്കും 27 ദിവസത്തേക്കോ മരവിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോരാത്തതിന് ഈ യുക്രൈൻ പ്രസിഡന്റായിട്ടുള്ള സെലൻസ്കി ഈ ട്രംപുമായിട്ടുള്ള പുടിൻ്റെ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഞാൻ നല്ലതും തുറന്നതുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് നടത്തിയത്. ഈ അവസരത്തിൽ അദ്ദേഹത്തെ വ്യക്തിപരമായി അഭിനന്ദിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു എന്ന് സെലൻസ്കി പറയുന്നു. നമ്മുടെ സ്വാതന്ത്ര്യവും പരമാധികാരവും യഥാർത്ഥത്തിൽ സുരക്ഷിതമാകുന്നതിന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യ സംഭാവന നൽകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ശാസ്ത്രം, സാങ്കേതികവിദ്യ, വ്യാപാരം, സംസ്കാരം എന്നിവയിൽ പരസ്പര പ്രയോജനകരമായിട്ടുള്ള യുക്രൈൻ ഇന്ത്യ സഹകരണത്തിനുള്ള സാധ്യതകൾ മുന്നിലുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് സെലൻസ്കി കഴിഞ്ഞ ദിവസം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് സെലൻസ്കി മറ്റൊരു എക്സ്പോസ്റ്റിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: അലാസ്കയിലെ കൂടിക്കാഴ്ചയിൽ ധാരാളം അപകടങ്ങളുണ്ട്. ഈ ഉച്ചകോടി യൂറോപ്യൻ സുരക്ഷയെയും യുക്രൈനിലെ യുദ്ധത്തിൻ്റെ ദിശയെയും ബാധിച്ചിരിക്കാമെന്നാണ് സെലൻസ്കി പറഞ്ഞത്. പോരാത്തതിന് സെലൻസ്കി കീവിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ട്രംപും പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പ് ഒരു കൂടിക്കാഴ്ച അദ്ദേഹവും നടത്തിയിരുന്നു. ഒരു യോഗം തന്നെയാണ് അദ്ദേഹം കീവിൽ വിളിച്ചു കൂട്ടിയത്. യുദ്ധത്തിൻ്റെ നിലവിലെ സാഹചര്യം ചർച്ച ചെയ്തു. റഷ്യൻ സൈന്യത്തിൻ്റെ കാലുറപ്പിക്കാനുള്ള ശ്രമങ്ങളെ ഞങ്ങൾ ചെറുക്കുകയും അവർ കൈവശപ്പെടുത്തിയ സ്ഥലങ്ങളിൽ നിന്ന് അവരെ പിൻവാങ്ങാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സഖ്യകക്ഷികളെ ഭൂമിയിലെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുകയാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് എന്നാണ് സെലൻസ്കി പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും അപകടത്തിലാണ് എന്നും സെലൻസ്കി എടുത്തു പറയുന്നു. തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ അപകടത്തിലാണ്. പ്രധാന കാര്യം ഈ കൂടിക്കാഴ്ച നീതിയുക്തമായ സമാധാനത്തിലേക്കുള്ള ഒരു യഥാർത്ഥ പാത തുറക്കുകയും റഷ്യ, യുക്രൈൻ, അമേരിക്ക എന്നിവയ്ക്കിടയിൽ ഒരു വ്യക്തമായ ചർച്ച നടക്കുകയും ചെയ്യുക എന്നതാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. എന്തായാലും യുക്രൈന് സുരക്ഷ നൽകാൻ നാറ്റോയ്ക്ക് കഴിയില്ല എന്ന് ട്രംപ് ഇപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.